The person on your mind, are you on their mind? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടോ? എസ്പെഷ്യലി ഇന്ന്, ഓക്കെ, ഈ ഒരു ടൈം, ഈ ഒരു മൊമെൻറ്റ്, ആർ യു ഓൺ ദെയർ മൈൻഡ്? നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് മനസ്സിൽ ഓർത്തെടുക്കുക. ആർ യു ഓൺ ദെയർ മൈൻഡ്? ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയം വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട് സ്പെഷ്യലി. ഓൾറൈറ്റ്, ഈവൻ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയം ആ വ്യക്തി പ്ലസന്റ് ആണ്. ഈവൻ അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിലും വളരെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു റിട്ടേൺ, എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന്, ഒരു കോൾ, മെസ്സേജ്, റിട്ടേൺ, സ്പെഷ്യലി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡെയിലി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും റിയാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി സ്നേഹത്തോടു കൂടിയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, സ്നേഹമാണ്, ലവ്. ആർ യു ഓൺ ദെയർ മൈൻഡ്? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഓ മൈ ഗോഡ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വ്യക്തി ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫീലിങ്സ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങളെ പോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ടെലിപ്പത്തിക്കലി ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈം. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ വെരി സൂൺ മീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ സമയം ഈ വ്യക്തി വളരെ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ടുള്ള തോട്ട്സ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അത് സന്തോഷമായിട്ടാണ്. ഓക്കെ, കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഈ വ്യക്തി ഈ ഒരു സമയം കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ആർ യു ഓൺ ദെയർ മൈൻഡ്? ഓക്കെ, സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ കുറെ കാലമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്ന ചില സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ആക്ച്വലി ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മേ ബി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സെക്യൂർ അല്ലെങ്കിൽ ആ ഒരു ഹോം ഫീലിങ്സ് മേ ബി നിങ്ങളുടെ അടുത്തായിരിക്കാം ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയം കൂടുതൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടൈം വരെ മേ ബി വളരെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, വളരെ കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. ഓൾറൈറ്റ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്ലാൻ, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒരു നെക്സ്റ്റ് മൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്ലാനിങ്, സീരിയസ്ലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ആർ മിസ്സിങ് യു, പക്ഷേ അവരുടെ ഒരു റൈറ്റ് പാർട്ട്ണർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളായിരിക്കും ഒരു റൈറ്റ് പാർട്ട്ണർ, നിങ്ങളെ ആയിരിക്കാം ആ വ്യക്തി ഒരു റൈറ്റ് പാർട്ട്ണർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, the person on your mind is waiting for you. It's again a confirmation. Okay, so maybe ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം കൂടെ ഉണ്ടായിരിക്കണം, പക്ഷെ അവർ ഒരു സിറ്റുവേഷനിൽ സന്തോഷമായിട്ട് കാണുന്നില്ല. ഓക്കെ, ഡിസ്റ്റൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഫിസിക്കൽ ഡിസ്റ്റൻസ്. ബട്ട് വെരി സൂൺ നിങ്ങൾ
കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിനെ. ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കണം. ആൻഡ് അഗെയിൻ ഈ വ്യക്തിയും ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മീറ്റ് ചെയ്യുക, കാണുക. കാരണം അവർക്ക് അവരുടെ ഒരു പാർട്ട്ണർ അവർക്ക് മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ, ചില ക്ലാരിറ്റി, ചില ക്ലിയർ പാത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫേവർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫേവർ ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, the person on your mind. അവരുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതല്ല. ഈവൻ ചില ആളുകൾക്ക് ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും വളരെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അവരുടെ ഫാമിലിയിലെ കാര്യമായിരിക്കാം, അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓൾ ഓഫ് സഡൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, സ്പിരിച്വലി കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഹൈലി ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു ടെലിപ്പതിക് ബോണ്ടിങ് ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ആ വ്യക്തിയുടെ ഒരു സന്തോഷം കാരണോ, ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാരണോ ആ വ്യക്തി ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തി വളരെ ഡീപ്പായിട്ട് നിങ്ങളടുത്ത് കണക്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ആണ്. ഓക്കെ, ഒരു വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ കിട്ടിയാലും ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, ഓർ ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്തൊരു കാര്യം ആൻഡ് സ്റ്റിൽ മിസ്സിംഗ് ആണ്. കാരണം ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു വ്യക്തിയല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം, വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവർ എക്സൈറ്റഡ് ആക്കുന്ന വേറെയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിലൊന്നും എന്തൊക്കെയൊരു കാര്യം അവർക്ക് നിങ്ങളില്ലാതെ, എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊരു കാര്യം മിസ്സിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, the person on your mind. Let's take one more message. Okay, so എന്തെങ്കിലും മൂമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. വെരി സൂൺ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതല്ല, മീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് ഓർ എന്തെങ്കിലും ഒരു മീറ്റിംഗ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ആ വ്യക്തി കൂടുതൽ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ഒരു ലവ് എനർജറ്റിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിനെ ഒരുപാട് സെൻസിറ്റീവ് ആക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് സന്തോഷം കൊണ്ടുവരാനും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹേർട്ട് ചെയ്യാനും ഡൗൺ ആക്കാനും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ടൈം കൂടി ആയിരിക്കാം ഈ ഒരു സമയം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. സോ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഓക്കെ, സോ എല്ലാ ടെൻഷൻസും ആൻസൈറ്റിയും ഒക്കെ റിലീസ് ചെയ്യുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വാക്കുകൾ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസ് വെരി സൂൺ. എങ്ങനെയാണോ നിങ്ങൾ റിലേഷൻഷിപ്പ് ഇത്ര കാലം പോയിട്ടുള്ളത് അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പോലും പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ രണ്ടുപേർക്കും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.